നമസ്കാരം. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗം ദയവായി കേൾക്കുക. ഒരു ദിവസം കാലത്ത് മുതൽ വൈകുന്നേരം വരെ 30 നാഴിക നടന്നിട്ടും പല വീടുകളിൽ കയറി ഇറങ്ങിയിട്ടും ഒരു കാശും കിട്ടിയില്ല. നേരം സന്ധ്യയായി. ആശാരിയും കൽപ്പണിക്കാരനും ഉൾപ്പെടെ 5-8 പേർ വേലയ്ക്ക് നിൽപ്പുണ്ട്. വെറും കൈയോടെ ആ പാവപ്പെട്ട വേലക്കാരുടെ മുമ്പിൽ ചെല്ലാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. ആഹാരം കഴിക്കാൻ സൗകര്യപ്പെട്ടില്ല. ക്ഷീണിച്ചു വലഞ്ഞു. ക്ഷീണം കൊണ്ട് തല കറങ്ങുന്നത് പോലെ തോന്നി. എരുമക്കുഴി അയ്യപ്പൻ നായർ എന്ന ആളിൻ്റെ വീട്ടിലാണ് എനിക്ക് ചെല്ലേണ്ടത്. വെള്ളം കുടിക്കാതെ നാവ് വരളുന്നു. ക്ഷീണം കൊണ്ട് തല കറങ്ങുന്നത് പോലെ തോന്നി. ചാണകം കൊണ്ട് മെഴുകിയ തറയുള്ള ഒരു ചെറുപുരയാണ് അവിടെ കണ്ടത്. അയ്യപ്പൻ നായർ അവിടെ ഇല്ലെന്നും 14 മൈൽ ദൂരെയുള്ള ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് പോയിരിക്കുകയാണെന്നും ഗൃഹനാഥ പറഞ്ഞു. കുടിക്കാൻ കുറേ കഞ്ഞിവെള്ളം തരാമോ എന്ന് ഞാൻ ചോദിച്ചു. അവർ ഒരു പരന്ന ഓട്ടുതളിക നിറച്ച കഞ്ഞിവെള്ളവും അതിനകത്ത് അങ്ങിങ്ങായി ഓടിക്കളിക്കുന്ന വറ്റുമായി വന്നു. അന്നത്തെ കിഴക്കൻ പ്രദേശത്തുള്ള മാതൃകാ കഞ്ഞിയും ഒരില നിറച്ച് ചക്കപ്പുഴുക്കും കൊണ്ടുവന്ന് വെച്ചു. പപ്പടവട്ടം വെളിച്ചം കാണുന്ന ഒരു ചെറു നിലവിളക്കും ഉണ്ടായിരുന്നു. അത്യാർത്തിയോടെയുള്ള ഒറ്റ വലിയിൽ പകുതി കഞ്ഞി ഞാൻ അകത്താക്കി. ശേഷം മുറപ്രകാരമുള്ള കഞ്ഞി കൂടി ആരംഭിച്ചു. മുഴുവൻ കഞ്ഞിയും കിട്ടിയ പുഴുക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ നേരെ വീണുവെന്ന് തോന്നി. പാത്രം മഴയ്ക്ക് ശേഷം നിർവൃതനായി നടുനിവർത്തി ഒന്ന് കിടക്കാൻ ആഗ്രഹിച്ചു. അതിനു മുമ്പ് അന്നത്തെ പോലെ തൃപ്തികരമായി ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു സമുദായത്തിന് ഈ കണ്ടതെല്ലാം സമ്പാദിച്ചു നൽകിയ ഒരു മനുഷ്യൻ ഒരുപാട് തിണ്ണകൾ കയറി നിരങ്ങിയതിൻ്റെയും കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചതിൻ്റെയും ഓർമ്മകളാണ് മന്നത്ത് പത്മനാഭൻ്റെ ഈ ആത്മകഥയിൽ ഉള്ളത്. ഇന്ന് ഈ സ്ഥാപനങ്ങളുടെയെല്ലാം ഭരണാധികാരവും താക്കോൽക്കൂട്ടവും മുണ്ടിൻ്റെ കോന്തലയിൽ വെച്ച് നടക്കുന്ന സുകുമാരൻ നായർ അതൊക്കെ കൂടി ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അമ്മയുടെ കടുക്കൻ വര വാങ്ങി വിറ്റിട്ടാണ് മന്നത്തപ്പൂപ്പൻ സമുദായ പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. ചങ്കൂറ്റത്തോടെ നിൽക്കേണ്ടിടത്തെല്ലാം അദ്ദേഹം നേരെ നിന്നു. സരസമായി മാത്രം അഭിപ്രായം പറഞ്ഞു. ആർക്കും അടിമപ്പണി ചെയ്തിട്ടില്ല. ഒരു ഭരണകൂടത്തിനെതിരെ വിമോചന സമരവും നടത്തി. അതുകൊണ്ടെന്താ, മന്നത്തപ്പൻ മരിച്ചപ്പോൾ റീത്ത് വയ്ക്കാൻ പോകാത്ത ഏക പ്രസ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിച്ചപ്പോഴൊക്കെ മന്നത്തിൻ്റെ തലയുടെ പിടിയിളകിയെന്നാണ് എതിരാളികൾ പറഞ്ഞു വരുത്തിയത്. പിണറായി സ്തുതിയും വെള്ളാപ്പള്ളി സ്തോത്രവും സതീശവധവുമായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സുകുമാരൻ നായരുടെ തലയുടെ പിടി ശരിക്കും ഇളകിയിരിക്കുകയാണ്. SNDPയുമായി കൈകോർത്ത് പിണറായി വിജയൻ്റെ തിണ്ണയിലേക്ക് ചെന്ന് കയറാൻ സുകുമാരൻ നായർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. പ്രതിനിധി സഭയിലെ ഒരൊറ്റ ഇട്ടിക്കണ്ടപ്പനും ചോദിച്ചില്ല അത് വേണോ പ്രഭോ എന്ന്. നായന്മാരെയെല്ലാം സുകുമാരൻ നായർ ഉത്തരിച്ച് മോശം കൊടുത്തു കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിൻ്റെ ഇടയിൽ അതാ സുകുമാരൻ നായർക്ക് ഒരു കോൾ വരുന്നു. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം, ഒരു വാർത്താ സമ്മേളനത്തിലാണ്. വിളിച്ചത് വാസവന. ആഹാ, തൻ്റെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ ഉച്ചയ്ക്ക് അമൃതേത്ത് കഴിച്ചോ എന്നറിയാനും കൊട്ടൻ ചുക്കാതി തീർന്നോ എന്നറിയാനും വിളിച്ചതാണ്. മന്ത്രി അമ്പലവാസവൻ കൃത്യമായി വിളിച്ചു ആ സമയത്ത് തന്നെ. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സുകുമാരൻ നായരുടെ സ്വന്തക്കാരനാണ് ഈ വാസവൻ. മണിച്ചേട്ട എന്നാണ് വാസവൻ സുകുമാരൻ നായർ സാറിനെ വിളിച്ചു വരുന്നത്. സുകുമാരൻ നായർ എന്ന് വെച്ചാൽ വാസവൻ ചത്തുകളയും. ആശുപത്രിയിൽ കിടന്ന അത്രയും ദിവസവും മണിച്ചേട്ടന് ഉച്ചക്കഞ്ഞിയും അസ്ത്രവുമായി പോയത് ഈ വാസവനായിരുന്നു. ചുമ്മാതാണോ സുകുമാരൻ നായർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഒരക്ഷരം പോലും ഇന്ന് വരെ മിണ്ടാത്തത്? അവിടെ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കമ്മികൾ കട്ടതിൽ പുള്ളിക്ക് യാതൊരു വിധമായ ആശങ്കയുമില്ല. അകത്ത് കിടക്കുന്ന ഒരു പ്രതിയായ മുരാരി ബാബു ദേവസ്വത്തിലെ പ്രധാനിയായതും ഇവർ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. പെരുന്നയിലെ നമ്പരറിയാത്ത ഏതോ കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു കള്ളൻ മുരാരി ബാബു. ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ 100% ശരിയാണത്രേ. ഇങ്ങനെയായിരുന്നു കട്ടപ്പയുടെ നിലപാട്. പക്ഷേ സതീശനെ തകർത്തേ പറ്റൂ. അക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയുമായി യോജിച്ചു പോകാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. എല്ലാ തിണ്ണയിലും പോകുന്ന സതീശൻ എന്താ എൻ്റെ ഇറയത്ത് കഞ്ഞി കുടിക്കാൻ വരാത്തതെന്നാണ് സുകുമാരൻ നായരുടെ ചോദ്യം. NSSൻ്റെ പ്രതിനിധി സഭയിൽ വാഴ്ത്തുപാട്ട് കേട്ട് സുഖിച്ചിരിക്കുന്ന സുകുമാരൻ നായർ ആരുടെ വോട്ട് വാങ്ങിയാണ് സമുദായത്തിൻ്റെ പ്രമാണിയായി മാറിയത്? സംസ്ഥാന കമ്മിറ്റിയോ PBയോ പിണറായിക്ക് മുമ്പിൽ ചിമുങ്ങില്ല.
NSSൽ ഒറ്റ ഒരുത്തനും സുകുമാരൻ നായരെ ചോദ്യം ചെയ്യില്ല. വെള്ളാപ്പള്ളിയുടെ വിലങ്ങനെ SNDP യോഗത്തിൽ ഒരീച്ച പോലും പറക്കില്ല. ഈ 3 പേരും ഏറെക്കുറെ സമന്മാരാണ്. പിണറായി വിജയൻ പാർട്ടിയെയും സർക്കാരിനെയും തുരന്നു തിന്ന് ജീവിക്കുന്നു. സുകുമാരൻ നായർ സമുദായത്തെ മൂടോടെ വിഴുങ്ങി ജീവിക്കുന്നു. വെള്ളാപ്പള്ളി വെള്ളം തൊടാതെ സമുദായത്തെ സേവിക്കുന്നു. സുകുമാരൻ നായർ നടേശനിൽ ലയിച്ച് വിലയം പ്രാപിക്കുന്നതോടെ നായന്മാരും ഈഴവരും ഒറ്റക്കെട്ടാകും. ഇനി മുതൽ സംയുക്ത മന്നം ജയന്തിയും ചതയാഘോഷവും ആയിരിക്കും. രണ്ടിടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. അടുത്ത ഭരണം കിട്ടിയാലുടൻ പിണറായി 1-ാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളിക്കൊപ്പം സുകുമാരൻ നായരെയും കയറ്റിയിരുത്തും. രണ്ടുപേരെയും ഇടംബലമിരുത്തി ഒരു പോക്കുണ്ട്. അത് കണ്ട സതീശൻ ചമ്മി നാറും. എന്നെ കാണാൻ വരാത്ത സതീശൻ എന്തിനാണ് സിനഡിന് പോയത് എന്നാണ് ചോദ്യം. അവർ വിളിച്ചാൽ സിനഡിനെന്നല്ല സുന്നഹദോസിനും പോയിരിക്കും. ഒരു പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞാൽ സതീശൻ അവിടെയും ചെല്ലും. അത് RSSകാരൻ നടത്തിയാലും സംഘപരിവാർ നടത്തിയാലും. ശ്രീധരൻപിള്ളയുടെ 100 കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആരും വായിച്ചില്ലെങ്കിൽ പോലും അതെല്ലാം പ്രകാശനം ചെയ്തത് MA ബേബിയും പിണറായി വിജയനുമായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ആക്ഷേപം പറഞ്ഞോ? പേരിനൊപ്പം സതീശൻ ജാതിവാലി വെച്ചാൽ സുകുമാരൻ നായരേക്കാൾ അല്പം ഗ്രേഡ് കൂടിയതായിരിക്കും. വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ്റെ അച്ഛൻ ദാമോദരൻ മേനോനാണ്. അത് പണിക്കര് ചാടി നായരായതുപോലെയല്ല, ശരിക്കും മേനനാണ്. നടേശനും സുകുമാരൻ നായർക്കും പിടിക്കാത്തതും അതുതന്നെയാണ്. മുഖ്യമന്ത്രിയാകാൻ സതീശന് യോഗ്യതയില്ലെന്നാണ് ഈ സുകുമാരൻ നായരുടെ കണ്ടുപിടുത്തം. അവിടുന്ന് കൽപ്പിച്ച് നിർദ്ദേശിക്കുന്ന പേര് എന്താണോ ആവോ, അത് അംഗീകരിക്കാൻ UDF തയ്യാറായാൽ പിന്നെന്താ പ്രശ്നം? പക്ഷേ യോഗ്യനെ സുകുമാരൻ നായർ തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു. രമേശ് ചെന്നിത്തല. വടിവോടെ വന്ന് നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക് മുമ്പിൽ ചെന്നിത്തല. ഇത്ര നല്ലൊരു മുഖ്യമന്ത്രിയെ വേറെ എവിടെ കിട്ടും? കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണെങ്കിൽ പറയാനുമില്ല. മാത്രവുമല്ല, NSSൻ്റെ മുറ്റത്ത് കളിച്ചു നടന്ന കുട്ടിയാണത്രേ ചെന്നിത്തല. ഇങ്ങനെയായിരുന്നു പണ്ട് പറഞ്ഞത്. മണ്ണുവാരി മതിയാവോളം കളിച്ചിട്ടുണ്ണി ഇപ്പോൾ എഴുന്നള്ളിയേയുള്ളൂ എന്നാണ് ഭാവം. കാർന്നോരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ചെന്നിത്തല കാരണമാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു വേതാളം 10 വർഷം ജനത്തിൻ്റെ മണ്ടയ്ക്കിരിക്കാൻ കാരണമായത്. വാർത്താ സമ്മേളനം മാത്രമായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ പരിപാടി. കുറേ കേസ് കൊടുത്തു. മേലനങ്ങിയിട്ടില്ല അന്നൊന്നും പ്രതിപക്ഷ നേതാവിൻ്റെ. മര്യാദയ്ക്ക് മനുഷ്യനെ ആകർഷിക്കുന്ന ഭാഷയിൽ ഒരു നല്ല വർത്തമാനം പറയാൻ ഈ ചെന്നിത്തലയ്ക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ? സകലരെയും താങ്ങാൻ മിടുക്കനാണ് ഈ ചെന്നിത്തലയൻ. സുകുമാരൻ നായർക്ക് ചെന്നിത്തലയോടുള്ള പുത്രനിർവിശേഷമായ സ്നേഹം കാരണമാണ് ഉമ്മൻചാണ്ടിയെ വിരട്ടി പണ്ട് താക്കോൽ സ്ഥാനം നേടിയെടുത്തത്. ഇനി അത് നടക്കില്ല നായരെ, കാലം മാറിപ്പോയി. പെരുന്നയിലെ ഗേറ്റടച്ച് അകത്തിരുന്ന് പ്രതിനിധികളെ വിരട്ടിയാൽ മതി നിങ്ങൾ. സതീശൻ പ്രായത്തെ ബഹുമാനിക്കണമെന്നാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നത്. തന്തയുടെ പ്രായമുള്ള VSനെ ആ ഗണേശൻ കാമഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ സുകുമാരൻ നായർ വിളിച്ച് വിലക്കിയായിരുന്നു ആ ചെറുക്കനെ. കീഴൂട്ട് കുടുംബത്തിൽ അപ്പനും മകനും തമ്മിൽ പെണ്ണു വിഷയത്തിൽ തല്ലിയപ്പോൾ മധ്യസ്ഥതയ്ക്ക് ചെന്നതും ഈ സുകുമാരൻ നായർ ആയിരുന്നല്ലോ. സതീശന് യോഗ്യതയില്ലെന്ന് പറയുന്ന സുകുമാരൻ നായരും ഇന്നലെ മുളച്ച തകരയെന്ന് പറയുന്ന നടേശനും ഇത്രയും കാലം കണ്ടതൊക്കെ ഉണ്ണാക്കന്മാരായ കോൺഗ്രസിൻ്റെ നേതാക്കളെയാണ്. ലോകപരിചയമോ സാമൂഹ്യ വീക്ഷണമോ കോൺഗ്രസിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുള്ള മറ്റൊരു നേതാവുണ്ടോ ഇന്ന് കോൺഗ്രസിൽ? അത് സതീശനാണ്. നിങ്ങൾ സമുദായ പ്രമാണിമാരുടെ കാലിൽ മുക്കൂട്ടിട്ട് തിരുമ്മിത്തരാനും നഖം വെട്ടിത്തരാനും സമുദായത്തിൽ തന്നെ ദാസന്മാർ ധാരാളമുണ്ട്. സുകുമാരൻ നായർ തന്നെ പുകഴ്ത്തുന്നത് കേട്ട് വെള്ളാപ്പള്ളിയുടെ പിന്തുണയിൽ അഭിരമിച്ച് പാകമാകാത്ത ഉടുപ്പും തയ്പ്പിച്ച് മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിക്കുന്ന ചെന്നിത്തലയുടെ അവസ്ഥ ദയനീയമാണ്. പുറത്തുള്ള വോട്ടർമാരുടെ മനസ്സറിയാതെ ഇരിക്കുന്ന കസേരയ്ക്കും സമുദായത്തിനും ഭാരമായി കഴിയുന്ന ഈ സമുദായ പ്രമാണിമാരെ കുമ്പിടാൻ നടക്കുന്ന നേതാക്കന്മാരുടെ അവസ്ഥയാണ് ഭീകരം. സുകുമാരൻ നായരുടെ ചെലവിൽ കഴിയുന്നവരാണ് നായന്മാരെന്നും അവർ പത്മാകഭയിൽ നിന്നും ഫ്രീയായി ഭക്ഷണം കഴിച്ചാണ് വിശപ്പടക്കുന്നത് എന്നുമൊക്കെയാണ് ഈ നേതാക്കന്മാർ കരുതിപ്പോരുന്നത്. കട്ടപ്പ എന്ന് വിളിച്ച് 4 ഫ്ലെക്സും ബാനറും ഉയർന്നപ്പോൾ പുരയ്ക്കുള്ളിൽ കയറി കഥ കടച്ച പുള്ളിയാണ് ഈ സുകുമാരൻ നായർ. യൂത്ത് മൂവ്മെൻറ്റുകാർ എന്തിനാണ് പെരുന്നയിൽ പണ്ട് പ്രകടനം നടത്തിയത് എന്നുകൂടി സുകുമാരൻ നായർ ഓർക്കണം. നായർ സമുദായം എന്താ സുകുമാരൻ നായരുടെ പോക്കറ്റിലാണോ എന്ന് ചോദിച്ചത് കോൺഗ്രസ്സുകാർ ആയിരുന്നില്ല, സഖാവ് AK ബാലൻ ആയിരുന്നു. NSS എന്ന ഒരു ജാതി സംഘടന
എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. കുടുംബത്തിലുള്ള സകലതിനെയും പിറക്കാനിരിക്കുന്ന സന്തതികളെയും വരെ NSSൻ്റെ ചെലവിൽ പുലർത്താനിരിക്കുന്ന സുകുമാരൻ നായർ സതീശൻ്റെ യോഗ്യതയൊന്നും അളക്കാൻ അത്ര പാകമായ ആളല്ല. ഈ രണ്ട് പാഴ്ക്കസേരകളിലിരിക്കുന്ന ചിന്താശൂന്യന്മാർ ഏത് സ്വർഗമാണ് ഇനി സ്വപ്നം കാണുന്നത്? നരി നരച്ചാലും കടിക്കുമെന്ന് പറയും പോലെ മുമ്പിൽ കിട്ടുന്നതിനെ എല്ലാം കടിക്കുന്ന രീതിയില്ല. കോൺഗ്രസ്സിലാണ് കടിക്കാൻ പറ്റിയ ദശയുള്ള ആളുകളുള്ളത്. അവിടെ ആര് മുഖ്യനാകണം, ആഭ്യന്തര മന്ത്രിയാകണം, ആർക്കേതൊക്കെ വകുപ്പ് കിട്ടണം, ഇതെല്ലാം ഇവരാണ് തീരുമാനിക്കുക. മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാവായ വെള്ളാപ്പള്ളിയെ വിമർശിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ സൂക്ഷിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് സുകുമാരൻ നായർ നൽകുന്നുണ്ട്. നടേശൻ സാറിന് ആനന്ദിക്കാൻ ഇതിനപ്പുറം എന്തു വേണം? NSS പിടിക്കാൻ സുരേഷ് ഗോപി വരേണ്ട എന്നും ഉത്തരവിട്ടു. ഒറ്റ തവണയെ സുരേഷ് ഗോപി അവിടെ ചെന്നുള്ളൂ. അന്ന് തന്നെ ആട്ടി ഇറക്കി വിട്ടു. കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സതീശൻ എന്ത് അവകാശം എന്നാണ് ഈ മൂപ്പിൽ നായരുടെ മറ്റൊരു ചോദ്യം. ചേടാ, NSSൻ്റെ പ്രതിനിധി സഭയാണോ കോൺഗ്രസിൻ്റെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്? സതീശനെ ജയിപ്പിക്കണമെന്ന് ഞാൻ പറവൂരിലെ യൂണിയൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞുവെന്നാണ് സുകുമാരൻ നായരുടെ അവകാശവാദം. അയ്യോ പാവം, പറയുന്നതിന് ഒരു ഉളുപ്പ് വേണ്ടേ സാറേ? യൂണിയനും കരയോഗവും തീരുമാനിച്ച് എവിടെയെങ്കിലും ഇടയലേഖനം വായിച്ചാൽ ഏത് സ്ഥാനാർത്ഥിയാണ് ഇന്നുവരെ ജയിച്ചതും തോറ്റതും? ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള കഴകത്ത് SNDPക്കും NSSനുമുണ്ടോ? നിങ്ങൾ ജയിപ്പിക്കണമെന്ന് പറഞ്ഞവരെല്ലാം തോറ്റതാണ് ചരിത്രം. തോൽപ്പിക്കണമെന്ന് പറഞ്ഞവരെല്ലാം ജയിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങ് ഇത്തവണ പറവൂർ യൂണിയനിലേക്ക് വിളിച്ചു പറയണം സതീശനെ കയറ്റി വിടരുതെന്ന്. കാണട്ടെ സുകുമാരൻ നായരുടെ ഒരു ശക്തി. ഈ രണ്ട് തുല്യശക്തികളും ഒരുമിച്ച് ഒറ്റ കൊടിയായി മാറി ചെങ്കൊടിയിൽ വിലയം കൊള്ളുന്നതോടെ പിണറായി വിജയൻ അല്പം കൂടി തല കുനിക്കേണ്ടി വരും. എന്തിനാണെന്നല്ലേ? അല്ലെങ്കിൽ ചക്രവാളത്തിൽ ചെന്ന് തലമുട്ടും. ഞങ്ങളുടെ പിണറായി ക്യാപ്റ്റൻ വരുന്നത് കണ്ടില്ലേ ചക്രവാളമേ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ DYFIക്കാർ അല്ലെങ്കിൽ ബ്രഹ്മാവിനോട് യുദ്ധത്തിന് ചെല്ലും.